കഴുത്തൊക്കെ തയ്ച്ചത് നിങ്ങളെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും തയ്ച്ചു കഴിഞ്ഞു. ഇഷ്ടമായോ നിങ്ങൾക്ക്? നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, നല്ല കമൻസൊക്കെ തരുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് എന്തെന്നറിയാമല്ലോ? നമ്മുടെ പ്രിൻസസ് കട്ടില്ലേ, പ്രിൻസസ് കട്ടിനെ നമുക്ക് തയ്ച്ച് പിടിപ്പിക്കണം. സാധാരണ പ്രിൻസസ് കട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്? നമ്മൾ ഫുള്ള് കട്ട് ചെയ്യുമായിരുന്നു. ആ BP to BP നോക്കിയിട്ട് നമ്മൾ ഫുള്ള് കട്ട് ചെയ്യും. ഇത് ഫുള്ള് കട്ട് ചെയ്യാതെ ഒരു ടക്കിൻ്റെ വലിപ്പത്തിൽ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇത് കണ്ടിട്ടായിരിക്കും നമ്മുടെ ജയാരഘു പറഞ്ഞു എല്ലാം മനസ്സിലായി, പക്ഷേ പ്രിൻസസ് കട്ട് മനസ്സിലായില്ല എന്നും ഒക്കെ പറയുന്നത് കേട്ടു. ഇത് ചിലപ്പോൾ ഇങ്ങനെ ഫുൾ കട്ട് ചെയ്യാഞ്ഞിട്ടായിരിക്കും. ഇത് സെമി പ്രിൻസസ് കട്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് മറന്നുപോയോ? നമുക്ക് സത്യത്തിൽ ഇത് ഫുൾ കട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താലും പ്രിൻസസ് കട്ടിൻ്റെ സെയിം എഫക്റ്റാണ്, അതുപോലെ നല്ലതായിട്ടിരിക്കുകയും ചെയ്യും, നല്ലതുമാണ്. ഇപ്പം ഞാൻ ചെയ്യുന്ന കണ്ടല്ലോ നിങ്ങൾ, നമ്മൾ ടക്ക് ഇടുന്ന പോലെ തന്നെ ആ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ ഒരു 1/2 ഇഞ്ച് മുമ്പിൽ നിന്ന് നമ്മൾ കെട്ടിട്ട് തയ്ച്ച് പോരുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇച്ചിരി കയറ്റി തയ്ക്കുകയാണെങ്കിൽ നല്ല ഷേപ്പിൽ നിൽക്കും. ഞാൻ സ്വല്പം കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ വലിയധികം കയറ്റി തയ്ക്കുന്നില്ല. ഒരു 1/2 ഇഞ്ച് അവിടെ ആ ഭാഗം കയറ്റുള്ളൂ. പക്ഷേ ഈ ഭാഗമില്ല, ഈ കർവ് വളഞ്ഞ് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ശരിക്കും അപ്പക്സ് പോയിൻറ്റിൻ്റെ അവിടെ ഒന്ന് പിടിച്ച് തയ്ക്കണം കേട്ടോ. എപ്പോഴും താഴേന്ന് തയ്ച്ച് വരണേ, കാരണം മുകളിൽ നിന്ന് നമ്മൾ തയ്ച്ചിറങ്ങി ചെന്നാൽ ഒരു കുഴപ്പമുണ്ട്. താഴെ വരുമ്പം തമ്മിൽ എത്തത്തില്ല, എത്തുകയല്ല എക്സ്ട്രാ നിൽക്കും. അപ്പം നമുക്കത് ബുദ്ധിമുട്ടാകും, തയ്യൽ വൃത്തികേടായിട്ട് നിൽക്കും. അതുകൊണ്ട് എപ്പോഴും ഈ 2 പ്രിൻസസ് കട്ടിൻ്റെ ഭാഗവും താഴേന്ന് തയ്ച്ച് വരണം. താഴേന്ന് പറഞ്ഞാൽ കക്ഷത്തിൻ്റെ അങ്ങോട്ട് തയ്ച്ച് ചെല്ലണം, താഴേന്ന് തയ്ച്ച് കേട്ടോ. ഒരു 2 അടി പഠിച്ചെടുക്കാം. നിങ്ങൾ ചുരിദാർ ഇട്ടത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തയ്ച്ചാൽ മതി. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ മകളാണ്. ആരാണ്ട് ചോദിച്ചു ഇതാരാണെന്ന്, ജയ തന്നെ ചോദിച്ചെന്ന് തോന്നുന്നു, ഇതാരാണ്. ഇപ്പോൾ എങ്ങനെ നോക്കിയാൽ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗം കണ്ടോ? നല്ല ഷേപ്പിനായത് കണ്ടോ നിങ്ങൾ? കണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ചുമ്മാതെ വെറുതെ ചുരിദാർ തയ്ക്കുകയാണെങ്കിൽ അത്ര ഷേപ്പ് വരത്തില്ല. അപ്പോൾ ഇത് ഷേപ്പ് കിട്ടുകയും ചെയ്യും, എന്നാൽ ഇറിയിരിക്കത്തുമില്ല, നല്ലതായിട്ടിരിക്കും. അല്ലെങ്കിൽ സാധാരണ ചുരിദാറിന് ബോഡി ഷേപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും സൈഡ് ഫിറ്റ് ആക്കണ്ടേ. ഇത് സൈഡ് ഫിറ്റ് ആക്കാതെ തന്നെ പ്രിൻസസ് കട്ടാണെങ്കിൽ നല്ലതായിട്ട് വരും. നമുക്ക് ഈ വശം കൂടെ തയ്ക്കാം. എങ്ങനെ തയ്ക്കും നിങ്ങൾ നോക്കിക്കേ. കൃത്യമായിട്ടും അതിൻ്റെ ആ തുടക്കവശം കൃത്യമായിട്ട് 2 തുണി, ലൈനിങ് തുണിയും നല്ല തുണിയുടെ ചേർത്ത് പിടിച്ച് വെച്ചിട്ട് വേണം തയ്ക്കാൻ. ഇവിടെ തയ്ച്ച് തുടങ്ങുന്നത് നമ്മൾ ടക്കിടുന്ന പോലെ തന്നെ വളരെ കനം കുറച്ച് എടുത്തിട്ട് അവിടുന്ന് പതുക്കെ കെട്ടിട്ട് അടിച്ച് കയറി വരിക. ഞാൻ സ്പീഡിലല്ലാതെ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾ നോക്കിയിരുന്നോണം. എന്നിട്ട് നമ്മൾ ചേർത്ത് തയ്ക്കുന്നു. ഇവിടെ ചുളിവ് വരരുത്, ചുളിവ് വന്നാൽ വൃത്തികേടായിട്ട് പോകും. എന്നിട്ട് ഞാനിതിന് മുമ്പൊക്കെ നിങ്ങളെ പ്രിൻസസ് കട്ട് സാരി ബ്ലൗസൊക്കെ കാണിച്ചിട്ടില്ലേ, അതുപോലെ കുറേശ്ശെ കയ്യിലോട്ട് ഒരു പീസ് എടുത്ത് പിടിച്ചിട്ട് നമ്മൾ തയ്ക്കുക. ഇതൊക്കെ തയ്ക്കുമ്പോണ്ടല്ലോ തുടക്കക്കാർ പ്രത്യേകം നമ്മുടെ വശം നോക്കി വേണം ചെയ്യാനായിട്ട് ആദ്യം തയ്ക്കുമ്പോൾ. എന്നിട്ട് നമുക്ക് രണ്ടാമത് തയ്ക്കുമ്പോൾ വേണേൽ തിരിച്ചിട്ട് തയ്ക്കാം. ഒന്നുകൂടെ നമുക്ക് അതിൻ്റെ മേളിലൂടെ തയ്ക്കാം. ചുളിവില്ലാതെ നീക്കി കുറേശ്ശെ പിടിച്ച് തയ്ക്കണേ. അങ്ങനെ നമുക്കത് രണ്ടും ഫിനിഷ് ചെയ്യാം. ഇതും കൂടെ കാണിക്കാം. കണ്ടോ? നോക്കിക്കേ നിങ്ങൾ, കണ്ടോ നല്ല ഷേപ്പിൽ വന്നത്. അപ്പം നോക്കിക്കേ, എക്സ്ട്രാ സ്വല്പം കയറി വന്നേക്കുന്നത് കണ്ടോ? അത് കണ്ടൊന്നും നിങ്ങൾ പേടിക്കണ്ട, അത് നമുക്ക് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇനിയും കുറേ കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ഫ്രണ്ട് പീസും ബാക്ക് പീസിൻ്റെയും ഷോൾഡർ കൂട്ടി പിടിപ്പിക്കുക. അതിന് മുമ്പ് ഞാനൊരു പണി ചെയ്യുവേ. ഈ നമ്മളിപ്പോൾ അടിച്ച ഈ പ്രിൻസസ് കട്ടിൻ്റെ ഭാഗമില്ലേ, അവിടെ ഞാൻ ഈ മെഷീനിൽ നമുക്കൊരു ഇൻ്റർലോക്ക് ഇടാനുള്ള സൗകര്യം ഉണ്ടല്ലോ, ആ തയ്യൽ അങ്ങ് തയ്ക്കും അരികിൽ കൂടെ. അപ്പോൾ അത് നൂലൊന്നും വഴിഞ്ഞു പോകത്തില്ല. ഈ നമ്മുടെ മെയിൻ തുണിയുടെ നൂലൊക്കെ ഇങ്ങനെ ഊരി പോകുന്ന ഇനമാണ്. അപ്പോൾ അത് ലോക്കായിട്ട് അവിടെ കിടന്നോളും, വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും കാണാനായിട്ട്. അങ്ങനെ തയ്ച്ചെടുക്കും ഞാൻ രണ്ടിൻ്റെ. ഈ മെഷീനിൽ തയ്ക്കുമ്പോഴെല്ലാം ഞാൻ ഈ സൈസ് തുണികളാണല്ലോ എല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളുടെ നല്ല കമൻറ്റുകൾ
ഇഷ്ടംപോലെ നല്ല കമൻറ്റുകൾ. ഈ വീഡിയോയ്ക്കല്ല, എൻ്റെ പഴയ വീഡിയോ ഉൾപ്പെടെ. നിങ്ങൾ ഓർക്കുന്നില്ലേ ഞാൻ ചുരിദാർ ചലഞ്ച് തുടങ്ങിയത്? നമ്മുടെ ഒരു നൈറ്റി പീസിൽ, ആ നൈറ്റി പീസിൽ ചുരിദാർ ചലഞ്ച് 4 or 5 വീഡിയോ കൊണ്ടാണ് ചെയ്ത് തീർത്തേക്കുന്നത്. ഇനിയും കാണാത്തവരാരോ ഒരുപാട് പേരുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ചുരിദാർ ചലഞ്ച് എന്ന് അടിച്ചു കൊടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വീഡിയോ 3,20,000 പേര് കണ്ടു കേട്ടോ. എന്ത് സന്തോഷം എനിക്കെന്നറിയോ. സന്തോഷം തന്നെയില്ല. എത്ര പേരാണോ തയ്ച്ചിട്ട് കമൻസ് എഴുതിയേക്കുന്നത് ആദ്യമായിട്ട് തയ്ക്കുക എന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ 2 കട്ടിങ് തയ്ച്ച് വൃത്തിയാക്കി. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളെ. ഷോൾഡർ ജോയിൻ ചെയ്ത് എങ്ങനെയെന്ന് കണ്ടോ? ഒരു ഭാഗത്തെ ആ കഴുത്തിൻ്റെ പടി മടക്കി മറ്റേത് തുറന്ന് വെച്ചേക്കുക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഞാൻ വേറൊരു രീതിയിൽ ഉണ്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത്തെ അടിപ്പ് വരുമ്പം ആ പടി കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ചു. എളുപ്പത്തിൽ ചെയ്യാവുന്ന മറ്റൊരു മാർഗ്ഗം, ഷോൾഡർ ഒളിപ്പിച്ചുള്ള തയ്യലിൻ്റെ മറ്റൊരു രീതിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സൈഡിലെ തടിപ്പ് പാട് ഇച്ചിരി കുറഞ്ഞു നിൽക്കും. അതിന് വേണ്ടിയാണ് ഇത് തുറന്ന് കാണിക്കാവേ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇപ്പോൾ അരികിൽ 2 ക്യാൻവാസ് അല്ലേ, അപ്പോൾ നല്ല കട്ടിയല്ലേ. അങ്ങനെ വരുമ്പോൾ അരികിൽ ഇതൊരു സ്വല്പം കട്ട് ചെയ്ത് കളയണം. ഒരു സ്വല്പം, ഒത്തിരി കളയരുതേ. എന്നിട്ട് നമുക്ക് നിവർത്ത് നോക്കാം. കണ്ടോ, നല്ലതായിട്ടില്ലേ ഇരിക്കുന്നത്? കണ്ടോ, അവിടെ നല്ല വൃത്തിയായില്ലേ? അങ്ങനെ കൂട്ടി ചേർത്ത് നിങ്ങളും പഠിക്കണേ. ഇവിടം കൂടെ ചെയ്യാം. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ പീസ് ഞാൻ ചെയ്യാൻ പോവാം. നോക്കിക്കേ, ഇതിൻ്റെ ആ പടി ഞാൻ അകത്തോട്ട് വെച്ചു. ഇത് വെക്കുമ്പോൾ ആ പടി പുറത്തോട്ട് വെക്കും, അകത്തോട്ടല്ല, തുറന്ന് തന്നെ വെക്കും. നോക്കിക്കോണം നിങ്ങളെ. കണ്ടോ, തുറന്ന് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. മറ്റേതിനെ കറക്റ്റ് ആ തയ്യലിൻ്റെ അങ്ങോട്ട് ചേർത്ത് വെക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരും ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ. ഒന്നുകൂടെ കാണിക്കാവേ. ഇനി നമ്മൾ രണ്ടാമത് അടിക്കുമ്പോൾ ആ തുറന്ന് വെച്ചതിനെ അകത്തോട്ട് മടക്കി തയ്ക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാൻ അല്ലാതെ തയ്ക്കുന്ന ഷോൾഡർ ജോയിനിങ് എൻ്റെ ഒരുപാട് വീഡിയോകളിൽ, ചുരിദാറിൻ്റെ ഒക്കെ വീഡിയോകളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കണേ. മുമ്പത്തെ പോലെ നമുക്ക് എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, മുമ്പത്തെ പോലെ നൂലൊക്കെ കടിച്ച് കളയാം. കണ്ടോ, മുമ്പത്തെ പോലെ വൃത്തിയായില്ലേ? കണ്ടോ, ഷോൾഡർ നല്ലതായിട്ട് ജോയിൻ ചെയ്തില്ലേ? ഇനിയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ ഈ കൈക്കുഴിയുടെ ഭാഗം ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കണം. അവിടുത്തെ ഷേപ്പും അവിടെ വൃത്തിയാക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പണിയാണ്. നിങ്ങൾ നോക്കിക്കാൻ ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇത് കണ്ടോ, ഇതിപ്പോൾ ആ കൂട്ടി തയ്ച്ചേക്കുന്ന പ്രിൻസസ് കട്ടിൻ്റെ ആ ഫ്രണ്ട് പീസ് ഒത്തിരി കയറിയല്ലേ നിൽക്കുന്നത്. നമുക്കത് ശരിക്കും എടുത്ത് കളയാനുണ്ട്. ആ മറ്റേ പീസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം. ഇപ്പം ഞാൻ ഒന്ന് കളഞ്ഞെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, താഴത്തെ ബാക്ക് സൈഡ്, അതായത് നമ്മുടെ മറുവശത്തിൻ്റെ കഷത്തിൻ്റെ ആ ഭാഗത്തെ ഒരു ഭാഗം എന്തേരെ ഇറങ്ങിയാൽ നിൽക്കുന്നു നോക്കിയേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് മുഴുവനും കൂടെ വെട്ടി നമുക്ക് അതിനോട് ചേർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ കൈകൊണ്ട് മേൽഭാഗത്തെ, അതായത് ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തുനിന്ന് ഒരു 1.25 ഇഞ്ച് താഴേക്ക് മടക്കി. കണ്ടോ, 1.25 ഇഞ്ച് താഴേക്ക് മടക്കി വെച്ചപ്പോൾ ഒരുപോലെ ആയില്ലേ? എന്നിട്ട് നമ്മൾ ഷേപ്പ് ചെയ്യണം. ഇതെല്ലാം ബാക്കി ചുരിദാറുകളും സാധാരണ സാരി ബ്ലൗസും തയ്ക്കുമ്പോൾ ഈ ഐഡിയ ചെയ്യരുത്. ഇത് പ്രിൻസസ് കട്ട് ഈ രീതിയിൽ വെട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഷോൾഡറിൻ്റെ അളവും കൂടെ നോക്കുകയാണേ. ഷോൾഡർ ഒത്തിരി വേണ്ടല്ലോ, കാരണം 3.25 ഇഞ്ച് വിഡ്ത്തിലല്ലേ നമ്മൾ തയ്ച്ചേക്കുന്ന നെക്ക്. അതുകൊണ്ട് ഷോൾഡർ ഒത്തിരി വേണ്ട. അപ്പം നമ്മളത് നോക്കി വേണം ഇതിനെ ചെയ്യാൻ. കണ്ടോ, നോക്കിക്കേ നിങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ ബാക്ക് കഴുത്തും കൊണ്ട് ഒന്ന് ലെവൽ ചെയ്യട്ടെ. മുമ്പ് പറഞ്ഞതുപോലെ നോക്കിക്കണേ. കണ്ടോ, ആ ഒരു 1.25 ഇഞ്ച് നമ്മൾ താഴേക്ക് മടക്കി വെക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഈ ഭാഗം നല്ല കൈക്കുഴിയൊക്കെ നല്ലതായിട്ടല്ലേ ഇരിക്കുന്നത്. എങ്കിൽ സ്വല്പം കൂടെ പണ്ടല്ലേ, ചുടെ പോണം. എപ്പോഴും നമ്മൾ തയ്ക്കാൻ എടുത്തു കഴിയുമ്പോൾ ഈ ഷേപ്പിൽ ഫ്രണ്ട് സൈഡ് അകത്തോട്ട് കയറി നിൽക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ അങ്ങനല്ലേ, ബാക്ക് ഇങ്ങനെ പുറം വിരിഞ്ഞും അകം ഇങ്ങനെ ഉള്ളിലോട്ടല്ലേ. അപ്പോൾ അത്രയും തുണി ഫ്രണ്ടിൽ നെക്കിൽ നമുക്ക് വേണ്ട, ഫ്രണ്ട് ഭാഗത്ത്. ഞാനിപ്പോൾ തൽക്കാലം ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കുക കേട്ടോ. കൂട്ടി യോജിപ്പിച്ചിട്ട് ഞാൻ ഒന്ന് കൊച്ചിനെ ഒന്ന് ഇടിച്ച് നോക്കാമെന്ന് വിചാരിച്ചാൽ. ബാക്ക് ടക്കും കൂടി ഇടട്ടെ. ബാക്കിൽ 2 ടക്ക് നമ്മൾ അടയാളപ്പെടുത്തി ഓർമ്മയുണ്ടല്ലോ.
ആ ടക്ക് ശരിക്കും ടക്ക് നേരത്തെ ഇടണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, തിരക്ക് വെച്ചുള്ള തയ്യല, സമാധാനമില്ലാത്ത തയ്ച്ചാൽ തന്നെ ശരിയാകത്തില്ല. നമുക്ക് പോകണം, അതിന് മുമ്പ് അവൾക്ക് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ബഹളമായത്. അപ്പോൾ 2 ടക്ക് നമ്മൾ ഇടുന്നു. ഏതാണ്ട് ബാക്ക് ടക്ക് ഞാൻ 3/4 കൊടുത്തിട്ടുണ്ട്. ഇത് 2ാമത്തെ ഭാഗമാണേ. നോക്കിക്കേ, ഇത്രയും അകലം ശരിക്കും വേണം. കണ്ടോ, നിങ്ങൾ കണ്ടോ? നമ്മൾ ഷോൾഡർ നോക്കുമ്പോൾ, ഷോൾഡറല്ല, നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗം എടുത്ത് ചേർക്കാൻ നോക്കുമ്പോൾ അത്രയും ഗ്യാപ്പ് വേണം. ഇത് 2ാമത്തെ ഭാഗമാണ്. ഇത് ഞാൻ ബാക്ക് ഭാഗം, ഇതെന്താ കളയുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളോട്. ഞാൻ ഇടിച്ച് നോക്കിയപ്പോൾ നമുക്ക് എക്സ്ട്രാ തുണി മുകളിലേക്ക് കയറി നിൽക്കുന്നതാണ് ഞാനിപ്പം കട്ട് ചെയ്ത് കളയുന്നത്. ഇത് പണ്ടൊരിക്കലും നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ സ്വന്തമായിട്ട് തയ്ക്കുമ്പോൾ ഇത് മുഴുവൻ തയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കഴുത്തൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് സ്ലിറ്റിൻ്റെ അവിടം വരെ ഒന്ന് തയ്ച്ചിട്ട് നമുക്ക് ഇട്ട് നോക്കാം. ഏതാ ഏറ്റവും തുടക്കക്കാർക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ എന്തേരെ കളയാനുണ്ടെന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ അതനുസരിച്ച് ചെയ്യണം. വെറുതെ വിട്ട് കളയല്ലേ, നല്ലപോലെ ശ്രദ്ധയോടെ നോക്കി ഷോൾഡറിൻ്റെ അളവൊക്കെ കണ്ട് വേണം ചെയ്യാൻ. സൂചി നൂലും കിട്ടിയപ്പോൾ ഒരു സ്വല്പം നെക്ക് ഹെം ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്രയും പണി എളുപ്പമുണ്ടല്ലോ എന്നോർത്ത് ഒരു 3-4 കൈത്തയ്യൽ തയ്ച്ച് വെക്കുക. ഹെം ചെയ്യാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഒരു നൂല് മതിയേ, 2 കാണി പോലും വേണ്ട, ഒരു കാണി മതി. അതുപോലെ തന്നെ ഈ ഏറ്റവും അടിയിലത്തെ പീസിൽ ഒരുപാട് കൊള്ളണമെന്നില്ല. ഒരു 2-3 കുത്തിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒക്കെ വല്ലപ്പോഴുമേ ആ ഫ്രണ്ട് പീസിലേക്ക് ഹെം ചെയ്യുന്ന നൂല് ചെന്നാൽ മതി. അറിയാമല്ലോ, ഞാൻ ഇതും നിങ്ങളെ വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയും അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് കൈ. നമ്മുടെ പഫ് സ്ലീവ് ജോയിൻ ചെയ്യാൻ പോവാം. അതിനാദ്യമേ ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ, സ്ലീവ് എടുത്ത് വെച്ചിട്ട് നമുക്ക് എവിടെ മുതലാണ് ഞുറിവ് വേണ്ടെന്നുള്ളതിനൊരു അടയാളം കൊടുത്തു. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ വെട്ടിയപ്പം തന്നെ കൊടുത്തെന്നാണ് എൻ്റെ വിശ്വാസം, അല്ലേ? ഉണ്ട്. 2 കയ്യിലും ആ ഞുറിവ് വേണ്ടിടത്തരം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്നതെങ്കിലും, നമ്മുടെ സ്പൂണോ സ്ക്രൂ ഡ്രൈവറിൻ്റെ അറ്റവോ, ഇത് ഞാനിപ്പോൾ ആ ത്രെഡ് കട്ടറിൻ്റെ അറ്റവോ എടുത്തേക്കുന്നത് വെച്ച് നമുക്ക് ചെറിയ ഞൂറ് വിട്ട് കൊടുക്കാം. അടുപ്പിച്ച് ചെറിയ ഞുറിവ്. ഈ തുണി നല്ല ഇങ്ങനെ ഓർഗൻസ പോലെ ഇരിക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് ഞുറിച്ചിൽ നിൽക്കും. കോട്ടണൊക്കെ ആണെങ്കിൽ അങ്ങനെ നിൽക്കത്തില്ല. ആ ഷേപ്പിന് തന്നെ കുറേശ്ശെ സാവകാശം നമുക്ക് നൂറ് വിട്ട് കൊടുക്കാം. ആ ഇപ്പുറത്ത് നമ്മൾ അടയാളം കൊടുത്തിട്ടില്ലേ, അവിടം വരെ. എൻ്റെ കല്യാണ ബ്ലൗസില്ലേ, 30 വർഷം മുമ്പ് എൻ്റെ കല്യാണത്തിന് ഇട്ട ബ്ലൗസ് ഞാൻ തയ്ച്ചതാണ്. അന്ന് ഇതുപോലത്തെ പഫ് ഫാഷനായിരുന്നു. ഇത്ര ഇങ്ങനല്ല, ഇച്ചിരി അറ്റം വരുമ്പം പോയിൻ്റായിട്ട് നിൽക്കും. ഇത്ര ഇങ്ങനെ കുട ഇങ്ങനല്ല, ഇച്ചിരി പോയിൻ്റായിട്ട് നിൽക്കുന്ന ബ്ലൗസ് ഞാൻ തന്നെയാണ് തയ്ച്ചത്. എന്നിട്ട് നമ്മൾ അളവുണ്ടോ എന്ന് നോക്കുന്നു. നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ 9:30-10 അകത്ത് ഉണ്ടെങ്കിൽ മതി. അപ്പോൾ ഇത് കറക്റ്റാണ്. കണ്ടോ പഫ് വന്നേക്കുന്നത്. 2ാമത്തെയും കൂടെ തയ്ച്ചെടുക്കട്ടെ. എന്നിട്ട് അന്ന് ഞാൻ ഈ സാരി ബ്ലൗസ് തയ്ച്ച കഥ പറഞ്ഞില്ലേ, അന്ന് ഇങ്ങനെ നമ്മുടെ ഒരുക്കാൻ വന്ന പെങ്കൊച്ച് ഇതുപോലെ ഞാൻ ഈ ബ്ലൗസ് എടുത്തിട്ട് കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ചു ഇത് എവിടെ തയ്പ്പിച്ചതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ തയ്ച്ചെന്ന്. അവർക്ക് ഭയങ്കര അത്ഭുതം, നല്ല രസമുണ്ടല്ലോ കാണാനെന്ന് എന്ന് പറഞ്ഞാൽ അത്രയും വർഷം മുമ്പ് നമുക്ക് നല്ല ഷേപ്പൊക്കെ ഇല്ലേ, ഇപ്പോഴല്ലേ ഷേപ്പൊന്നും ഇല്ലാതെ പോയി. അന്ന് ബ്ലൗസ് നല്ലതായിരുന്നു കാണാനായിട്ട്. മന്ത്രകോടിയുടെ ബ്ലൗസും എല്ലാം ഞാൻ തന്നെയാണ് തയ്ച്ചത്. ഞാനിങ്ങനെ പൊട്ടക്കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ചെറുതായിട്ട് ഇതിനും ഞൊറി വിട്ട് കൊടുക്കാം. ആ അടയാളപ്പെടുത്തിയേക്കുന്നിടം വരെ നമുക്ക് ഞൊറി വിടാം. ഇനി അഥവാ സ്വല്പം കൂടിപ്പോയെന്നോർത്ത് പേടിക്കാനൊന്നുമില്ല. നമുക്ക് തയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ സ്വല്പം അഴിച്ചു വിടുവോ അല്ലെ ഒരു ഞൊറിവ് കൊടുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ, പ്രോബ്ലം ഒന്നുമില്ല. ഞാനിതിൻ്റെ തുണിയെടുത്ത് തുണിയല്ല വെട്ടാൻ നേരത്തെ അളവ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ. എനിക്ക് തോന്നുന്നു ഇതിന് നീളക്കൂടുതലാണെന്നാണ്. പഫ് സ്ലീവിനൊരു പ്രത്യേക ഒരു അളവുണ്ട്. അത് കവിഞ്ഞാൽ താഴേക്ക് മുട്ടിന് അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വൃത്തികേടാ. അതിൻ്റെ
ലെങ്ത് നമുക്കൊന്ന് നോക്കണം. ആദ്യം രണ്ടും തയ്ച്ചത് ശരിയാണെന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ മോക്കത് വെച്ച് നോക്കിയപ്പോൾ നീളക്കൂടുതലാണ്. അതുകൊണ്ട് ഈ രണ്ടും ഞാൻ അടുപ്പിച്ച് വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ കട്ട് ചെയ്ത് കളയാൻ പോവാണേ. അത്രയും നീളം മതി എനിക്ക്, അതുകൊണ്ടാണേ. ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് കളയും. ഇനി നമുക്ക് മടക്കി തയ്ക്കാം. നമുക്കിനി തയ്ച്ചു പോകാവേ. ഞാൻ ഈ ഷോൾഡർ എടുത്ത് കളയുന്നത് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് തുണി എക്സ്ട്രാ നിൽക്കും. നമ്മൾ എത്ര ഷേപ്പിന് വെട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് ഇത് പിടിച്ച് വരുമ്പോൾ അറിയാം, ചിലപ്പോൾ എക്സസ് കാണും, അത് എടുത്ത് കളയേണ്ടി വരും. അത് കാണിക്കാതെ ഞാനത് കാണിക്കാതെ എനിക്ക് വേണമെങ്കിൽ തയ്ച്ചു പോകാം. പക്ഷേ അത് നിങ്ങൾ ചെയ്യുമ്പോഴും അവിടെ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ അത് എടുത്ത് കാണിച്ചത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും. അപ്പം നമ്മൾ എത്ര കൈക്കുഴി ചിലപ്പോൾ എടുത്ത് അകത്തെ കൈക്കുഴി നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റേതും വെട്ടും സ്ലീവിൻ്റെയും വെട്ടും, എന്നാലും ചിലപ്പം കുറച്ചുകൂടെ കളയേണ്ടി വരും. കൈയുടെ കളയേണ്ടി വരികയില്ല, ഈ നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റേത് കളയേണ്ടി വരും. അപ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് തയ്ച്ചാലേ നമ്മളിടുന്ന ഡ്രസ്സ് നല്ലതായിട്ടിരിക്കത്തുള്ളൂ, നമ്മൾ തയ്ക്കുന്നത് വൃത്തിയായിട്ടിരിക്കത്തുള്ളൂ. നമുക്ക് ഇതെല്ലാം സ്റ്റിച്ച് എപ്പോഴും 2 പ്രാവശ്യം അടിക്കണം. പക്ഷേ 2 പ്രാവശ്യം അടിക്കുമ്പം അടിയിലത്തെ തുണി തൂത്ത് ശ്രദ്ധയോടെ കൊടുക്കണം, അല്ലെങ്കിൽ ചുരുണ്ട് കയറി വരും, പണി പാളും, നല്ലപോലെ കുത്തിയിരുന്ന് അഴിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് തയ്ക്കുക. രണ്ടാമത്തെ ഭാഗം കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാവേ. രണ്ടാമത്തെ ഷോൾഡർ എടുത്ത് വെച്ചു. ഇതിൻ്റെ ഞാൻ ഒരു വശമില്ല, ഒരു സ്ലീവിൻ്റെ ഫ്രണ്ടല്ലേ കട്ട് ചെയ്തല്ലോ, ഇത് കട്ട് ചെയ്തില്ലല്ലോ, ഇതും കൂടെ കട്ട് ചെയ്യാം. ഈ ഞൊറിവുള്ളതായതുകൊണ്ട് ഒരുപാടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇച്ചിരി എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ പിടിക്കാം. സെൻറ്റർ പാർട്ടും ഇതിൻ്റെ സെൻറ്റർ പാർട്ടും ഒരുപോലെ വെക്കണം. എങ്ങനെയാണ് വെക്കുന്നത്? നല്ല വശവും ഒരുപോലെ വന്നു. എന്നിട്ട് നമുക്ക് മുമ്പത്തേതുപോലെ തയ്ക്കാം. തയ്ക്കുമ്പം കുറേശ്ശെ കയ്യിലെടുത്ത് അതിനനുസരിച്ച് പിടിക്കണം. എന്നിട്ട് ഞാനൊന്ന് പിടിച്ച് നോക്കിയത് കണ്ടോ, അറ്റം വരെ എത്തുമെന്ന് കണ്ടോ? കറക്റ്റല്ലേ? നല്ല നോക്കി വെട്ടിയതുപോലെ കറക്റ്റായിട്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ടെക്നിക്കുകളൊക്കെ നിങ്ങൾ പ്രയോഗിച്ചോണം. അങ്ങനെ നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പം ഇത് ഇട്ട് നോക്കി, ഇത് കാണണം, നിങ്ങൾ കണ്ടിട്ട് വേണം. ഇട്ട് നോക്കിയ പടം ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടല്ലോ, അത് കണ്ടിട്ട് നിങ്ങൾ തയ്ക്കണം. നിങ്ങൾക്ക് എന്നെ പോലെ പ്രായമുള്ളവർ അവനവന് വേണ്ടി തയ്ക്കാൻ ഞാൻ പറയത്തില്ല, തയ്ച്ചാലും കുറ്റമൊന്നുമില്ല. നമ്മളെ പിള്ളേർ സെറ്റിനാ ഇത് കുറേ കൂടെ നല്ലത്. അവർക്ക് തയ്ച്ചിട്ട് ഇന്ന ഡ്രസ്സ് ഇടാൻ ഇന്ന പ്രായമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കോൺഫിഡൻസ് പോലിരിക്കും. അല്ലാതെ നമ്മൾ എന്തിടുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് നോക്കി പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിടാൻ ഇഷ്ടമാണെങ്കിൽ നമ്മളിടുന്നു. നമുക്കിനി ഞാനേ ഈ കൈ ഒന്ന് ചേർത്ത് വെക്കുകയാണേ, ചേർത്തൊന്ന് അടിക്കുക.
ചേർത്തൊന്ന് അടിക്കുക. മുമ്പ് ഞാനൊന്ന് അടിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് നോക്കാൻ വേണ്ടി. അത് ഞാനത് ഊരി കളഞ്ഞായിരുന്നു കേട്ടോ. ഊരി കളഞ്ഞിട്ടാണ് നോക്ക് ചെയ്യുക. നമ്മുടെ കൈയുടെ അളവ് 5 ഇഞ്ചാണ്. അത് വെച്ച് അടയാളപ്പെടുത്തി സ്ലീവിൻ്റെ അവിടം വരെ ആ കറക്റ്റ് നമ്മൾ വേണ്ടത്രയും തയ്ച്ച് കളയുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. തുടക്കക്കാർക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധം പറയാം. എനിക്ക് തോന്നുന്നതാണേ, തുടക്കക്കാരെപ്പോഴും ഞാനൊരു 1/2 ഇഞ്ച് ഇടാൻ പറയുന്നിടത്ത് അവർ 1 ഇഞ്ച് ഇടും. 1 ഇഞ്ച് ഇടാൻ പറയുന്നിടത്ത് 2 ഇഞ്ച് ഇടും. പക്ഷേ കൂട്ടി അടിക്കുമ്പോൾ അത്രയും അടിച്ചു മാറ്റുകയില്ല. അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? ചേളാവ് പോലെ തോള പോലെ ഇരിക്കും. തോള പോലെ ഇരുന്ന് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത്? അയ്യോ, ഞാൻ തയ്ച്ചതൊന്നും ഒത്തില്ലേ എന്ന് പറയും. ഞാൻ തയ്ച്ചതെല്ലാം പോയി, ഷോ എന്ന് പറയും. പക്ഷേ അത് ശരിക്കും എന്താ? നമ്മൾ എക്സ്ട്രാ എത്ര ഇട്ടോ അത്രയും തുണി അടിച്ച് നീങ്ങണം. നീങ്ങണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്നാന്ന് മനസ്സിലായോ? നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത്രയും ഭാഗം തുമ്പ് സീം അലവൻസ് കയറ്റി അടിച്ചില്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഒന്നിനും കൊള്ളത്തില്ല. അങ്ങനെ ഇരിക്കും. കണ്ടോ, ഞാൻ കൈ തയ്ച്ച് കഴിഞ്ഞതിൻ്റെ പിക്ചർ കണ്ടോ? ഇപ്പം ഞാൻ തയ്ച്ച സ്ലീവിൻ്റെ പടവാണ് കാണിച്ചതേ. ഇതുപോലെ നിങ്ങൾ തയ്ക്കുമ്പോഴും ആകണം. ഇനി നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട പണി എന്താ? സ്ലിറ്റ് എടുക്കുക, നോക്കുക. എക്സ്ട്രാ വല്ലതും ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് കണ്ടിച്ച് കളയണം. നമ്മൾ കൂടുതലൊന്നും ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് എനിക്ക് ഈ വശത്തുണ്ടായിരുന്നു, കളഞ്ഞു. 1/2 ഇഞ്ച് മടക്കി വീണ്ടും ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കി നമുക്ക് തയ്ച്ചു പോകാം. സ്ലിറ്റ് തയ്ക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ നോക്കി ശ്രദ്ധിച്ചങ്ങ് ചെയ്താൽ മതി. ഇതിനൊന്നും ഒരു പ്രശ്നവും വരാൻ സാധ്യതയില്ല. കണ്ടോ, അത്രയും മടക്കി കൊടുക്കുന്നു, അടിച്ചു പിടിപ്പിക്കുന്നു. ഉണ്ടോ? ഒരു കൈ കൊണ്ട് ഞാൻ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ടാണ് മറ്റേ കൈ കൊണ്ട് മടക്കി കൊടുത്തത്. എന്തിനാണെന്നറിയാമോ? എന്തേരെ മടങ്ങണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ കാണണം ആദ്യമേ തന്നെ. കണ്ടോ, അവിടെ നിർത്തി സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി സൂചി കുത്തി നിർത്തിയിട്ട് നമ്മുടെ വശത്തോട്ട് തിരിച്ച് അടുത്ത പീസ് അതേ അളവിൽ മടക്കി ഇങ്ങനെ കൈ കൊണ്ട് ഇപ്പുറം വരെ തയ്ച്ച് നിർത്തിയിട്ട് താഴോട്ട് മുമ്പത്തെ പോലെ തന്നെ തയ്ക്കണം. വീണ്ടും വീണ്ടും കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഓരോ പ്രാവശ്യം കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏതെങ്കിലും തുടക്കക്കാരാണിത് കാണുന്നെങ്കിൽ അവരും ശരിക്കും തയ്ക്കട്ടെ. എന്നോട് ഇന്നൊരു കമൻറ്റ് കണ്ടേ. ഞാനെല്ലാം നോക്കി തയ്ച്ചു ടീച്ചറെ, ശരിയായി, പക്ഷേ താഴ്ഭാഗം മടങ്ങിപ്പോകുന്നെന്നാണോ, ചുരിദാറിൻ്റെ അടിഭാഗം എന്താണോ എന്ന് പറഞ്ഞ് വളഞ്ഞു നിൽക്കുന്നോ മറ്റോ, ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണോ എന്നെന്നോട് ചോദിച്ചിരിക്കുന്നത് കണ്ടു. ചിലപ്പോൾ ഇവിടെ ഒക്കെ തയ്ക്കുമ്പോൾ വലിച്ചു പിടിച്ചൊക്കെ തയ്ച്ചാലുണ്ടല്ലോ ഒരു ചുളുക്കം വരും ചില തുണികൾ. അതാണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. ലൈനിങ് ഇല്ലേലും അങ്ങനെ വളഞ്ഞൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോൾ സ്ലിറ്റ് വശമൊക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ചൊക്കെ തയ്ച്ചാൽ ഒരു ചുരുളിച്ച വരികയും വൃത്തിയില്ലാതെ പോകും, ചുരിദാറിൻ്റെ ഭംഗിയേ പോകും. അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. തിരിച്ചു തയ്ച്ച് നിങ്ങൾ കണ്ടല്ലോ, അരികിലൂടെ അടിച്ച് വന്ന് സ്ലിറ്റിൻ്റെ കറക്റ്റ് പോയിന്റിൽ കുത്തി നിർത്തി അടുത്ത പോർഷൻ്റെ സൈഡിലൂടെ ഏറ്റവും അരികിലൂടെ ശ്രദ്ധയോടെ അടിച്ചു പോകുന്നു. ആദ്യത്തെ അടിക്കയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ ശരിയായിക്കോളും. ഇതാണ് നമ്മുടെ ഫൈനൽ പിക്ചർ. നോക്കുക, എൻ്റെ മോളാണ്, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ജീവൻ പോയാൽ വീഡിയോ കാണിക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു. ഇല്ല മോനെ, കഴുത്തും കയ്യും കാലും ഒക്കെ കാണിക്കുള്ളതെന്നും പറഞ്ഞാൽ. എനിക്ക് പറ്റി ആന മണ്ടത്തരം ആരെങ്കിലും കണ്ടെങ്കിൽ പറഞ്ഞോണം, ഞാൻ പറയത്തില്ല. കണ്ട് മനസ്സിലാക്കിയൊരു പറയുക, ഞാൻ പറയുകയില്ല. സ്ലിറ്റ് ഇതാ കണ്ടോ, നമ്മളിപ്പം തയ്ച്ച സ്ലിറ്റ് കണ്ടോ, ഒട്ടും ചുളുക്കമില്ലല്ലോ, ഒരേ അളവിൽ വന്നേക്കുന്നത് കണ്ടോ. ഇതിനുള്ള പാൻ്റല്ല കേട്ടോ, ഏതാണ്ട് വീട്ടിലിടുന്ന പാൻ്റെല്ലാം കൊച്ചിട്ട് വെച്ചേക്കുന്നത്. ഇഷ്ടമായോ? കഴുത്ത്, പഫ് സ്ലീവ്, സെമി പ്രിൻസസ് കട്ട് നോക്കുക. കണ്ടോ, ഇങ്ങനത്തെ പഫാ ഇവിടെ എന്നോട് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തയ്ച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? സെമി പ്രിൻസസ് കട്ട് നോക്കിക്കേ. അപ്പോൾ ചുരിദാറിൻ്റെ ഷേപ്പ് കണ്ടോ എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കിക്കേ. നല്ലതായിട്ട് നിൽക്കും, നല്ല ബോഡി ഫിറ്റായിട്ട്. കള്ളിപ്പെണ്ണേ. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. കൃത്യമായ കമൻറ്റ് എനിക്ക് തരണം. നിങ്ങളുടെ സപ്പോർട്ട് തരാനും മറക്കരുത്. താങ്ക് യു.